എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏറെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം അനാവശ്യമായി ആശുപത്രി ബില്ലുകൾക്കായി പോകാതിരിക്കാനാണല്ലോ നമ്മളെല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യസമയത്ത് ക്ലെയിം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ അപേക്ഷ തള്ളിക്കളയുകയോ ചെയ്യും. ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. 2026 കണക്കുകൾ പ്രകാരം കേരളത്തിൽ മാത്രം ഏകദേശം 20% ക്ലെയിമുകൾ ചെറിയ ചില സാങ്കേതിക പിഴവുകൾ കാരണം തള്ളപ്പെടുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം ഒരു കാരണവശാലും തള്ളാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. വളരെ ലളിതമായി തന്നെ പറഞ്ഞുതരാം. ഈ വീഡിയോ അവസാനം വരെ കാണണം. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തുള്ള കാര്യമാണ്. പലരും ഏജന്റ് പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കും. ഇത് പാടില്ല. ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് നിലവിലുള്ള രോഗങ്ങൾ, അതായത് പ്രഷർ, ഷുഗർ, അല്ലെങ്കിൽ പണ്ട് എപ്പോഴെങ്കിലും നടന്ന സർജറി എന്നിവയുണ്ടെങ്കിൽ അത് മറച്ചു വെക്കരുത്. 2026 കർശനമായ സ്മാർട്ട് റൂൾ അനുസരിച്ച് നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റലായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പഴയ രോഗവിവരങ്ങൾ മറച്ചു വെച്ചാൽ ക്ലെയിം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സത്യസന്ധമായ വിവരങ്ങൾ മാത്രം നൽകുക. അടുത്ത പ്രധാന കാര്യം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന സമയത്തെ നടപടികളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്ന് ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ അഡ്മിറ്റായി 24 മണിക്കൂറിനുള്ളിൽ ഇൻഷുറൻസ് കമ്പനിയെ വിവരം അറിയിക്കണം. ഇൻഷുറൻസ് കാർഡിന് പിന്നിലുള്ള നമ്പറിനോ അല്ലെങ്കിൽ അവർ വഴിയുള്ള ആപ്പിലോ ഇത് ചെയ്യാം. പ്ലാൻഡ് സർജറികളാണെങ്കിൽ, അതായത് മുൻകൂട്ടി തീരുമാനിച്ച ഓപ്പറേഷൻ ആണെങ്കിൽ 2-3 ദിവസം മുമ്പേ കമ്പനിയെ അറിയിക്കുന്നതാണ് നല്ലത്. ഇത് ക്യാഷ്ലെസ് സൗകര്യം എളുപ്പമാക്കും. രേഖകൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ വരുത്തുന്ന തെറ്റുകളാണ് ക്ലെയിം തള്ളാൻ മറ്റൊരു പ്രധാന കാരണം. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഡിസ്ചാർജ് സമ്മറി കൃത്യമായി പരിശോധിക്കണം. അതിൽ അസുഖത്തിന്റെ പേരും നൽകിയ ചികിത്സയും കൃത്യമാണോ എന്ന് നോക്കണം. ചിലപ്പോൾ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും വലിയ പ്രശ്നമാകും. അതുപോലെ തന്നെ ലാബ് റിപ്പോർട്ടുകൾ, എക്സ്റേ, സ്കാനിംഗ് റിപ്പോർട്ടുകൾ എന്നിവയുടെ ഒറിജിനൽ കയ്യിൽ കരുതണം. ബില്ലുകളിൽ ആശുപത്രിയുടെ സീലും ഡോക്ടറുടെ ഒപ്പുമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇനി ക്ലെയിം തള്ളാൻ സാധ്യതയുള്ള ചില സാധാരണ കാരണങ്ങൾ കൂടി പറയാം. 1. വെയിറ്റിംഗ് പീരീഡ്. ചില അസുഖങ്ങളിൽ ഇൻഷുറൻസ് എടുത്ത് 2 വർഷം കഴിഞ്ഞാലേ ക്ലെയിം കിട്ടൂ. ഇത് നിങ്ങളുടെ പോളിസിയിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടാവും. 2. പോളിസിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ. ഉദാഹരണത്തിന് സൗന്ദര്യവർദ്ധക ചികിത്സകൾക്കോ അല്ലെങ്കിൽ വിറ്റാമിൻ ടാബ്ലറ്റുകൾക്കോ ഇൻഷുറൻസ് ലഭിക്കില്ല. 3. കൃത്യസമയത്ത് പ്രീമിയം അടയ്ക്കാതിരിക്കുക. പോളിസി ലാപ്സ് ആയാലും ആനുകൂല്യം കിട്ടില്ല. ക്ലെയിം തള്ളാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ 5 കാര്യങ്ങൾ ഇനി ഞാൻ പറയാം. 1. പോളിസി രേഖകൾ നന്നായി വായിക്കുക. 2. അസുഖങ്ങൾ മറച്ചു വെക്കാതിരിക്കുക. 3. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ ഉടൻ കമ്പനിയെ അറിയിക്കുക. 4. എല്ലാ ബില്ലുകളും റിപ്പോർട്ടുകളും ഒറിജിനൽ സൂക്ഷിക്കുക. 5. ഡിസ്ചാർജ് സമ്മറിയിലെ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കുക. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ക്ലെയിം അന്യായമായി തള്ളിയാൽ എന്ത് ചെയ്യണം? പേടിക്കേണ്ട. ആദ്യം ഇൻഷുറൻസ് കമ്പനിയുടെ പരാതി പരിഹാര സെല്ലിനെ സമീപിക്കാം. അവിടെ നിന്ന് മറുപടി ലഭിച്ചില്ലെങ്കിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി ദാഖിൽ പോർട്ടൽ വഴി ഉപഭോക്തൃ കോടതിയിലോ പരാതി നൽകാം. അനാവശ്യമായി ₹1 പോലും ഇൻഷുറൻസ് കമ്പനികൾക്ക് വിട്ടു നൽകരുത്. ഇത് നിങ്ങളുടെ അവകാശമാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഇത് പൊതുവായ അറിവിലേക്കുള്ള കാര്യങ്ങളാണ്. 2026 ഓരോ കമ്പനിയുടെയും നിയമങ്ങളിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങളുടെ ഇൻഷുറൻസ് ഏജന്റിനോടോ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ പോയി കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. OTP നമ്പറുകളോ പാസ്വേഡോ ആർക്കും കൈമാറരുത്. സുരക്ഷിതരായിരിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചെയ്യുക.